ആ നബിദിനം പാടില്ലെന്ന് പറയുന്നവനും ആ നബിദിനത്തിനെതിരെ ശബ്ദിക്കുന്നവനും ഹബീബ് നബി തങ്ങളോട് സ്നേഹമുള്ളവരാണോ? ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബിദിന പരിപാടികളെ വിമർശിക്കുന്നത്. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കക്ഷികളെ സംബന്ധിച്ച് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇയ്യാകും വയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണേ, അവരെ നിങ്ങൾ ശ്രദ്ധിക്കണേ. ലായുദല്ലൂനക്കും വലാ യഫ്തിനൂനക്കും, അവര് നിങ്ങളെ പിഴപ്പിക്കരുത്, നിങ്ങളെ ഈമാൻ നശിപ്പിക്കരുത്, അവരെ ശ്രദ്ധിക്കണേ എന്ന് നബി തങ്ങൾ പറഞ്ഞു. അതിന് മുമ്പ് അവിടുന്ന് പറഞ്ഞല്ലോ, യകൂനു ഫീ ആഖിരിസ് സമാനി ദജ്ജാലൂന കദ്ദാബൂന യതൂനകും മിനൽ ഹദീസി അലം തസ്മഉ അൻതും വലാ ആബാഉകും, നിങ്ങളും നിങ്ങളെ പിതാമഹന്മാരും കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും കൊണ്ടുവരുന്ന കളവ് ധാരാളം പറയുന്ന കബളിപ്പിക്കുന്ന ഒരു വിഭാഗം വരും. അവരെ കുറിച്ചാ പറഞ്ഞത്, അവര് നിങ്ങളെ പിഴപ്പിക്കല്ലേ. ഞാന് ഇന്നാണെന്ന് തോന്നുന്നു, നിന്നെ എന്നോട് എന്റെ കൂടെയുള്ള ആള് പറഞ്ഞു, നിങ്ങളെ സംബന്ധിച്ച് ഒരു പുത്തൻവാദി മൗലവി ഒരു കിളിപ്പറക്കിയിട്ടുണ്ട്. എന്നിട്ടോ അതിനാൾ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്, പേരോട് സഖാഫി നബിദിനത്തിനെതിരെ ആഞ്ഞടിക്കുന്നു. എങ്ങനെയുണ്ട്? പേരോട് സഖാഫി നബിദിനത്തിനെതിരെ ആഞ്ഞടിക്കുന്നു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാവെടുത്തോ കള്ളം മാത്രം പറയുന്ന ടീം, എഴുതുമ്പോ കള്ളം മാത്രം പറയുന്ന ടീം, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ മുഴുവനും അങ്ങനെ. അത് മുജാഹിദായാലും ജമാഅത്ത് ഇസ്ലാമിയായാലും അതുപോലെ തബ്ലീഗായിരുന്നാലും അതുപോലെ തുടങ്ങിയിട്ട് ഏത് കക്ഷിയാണെങ്കിലും ഏറ്റവും വലിയ ബിദ്അത്തുകാരാണ്, പുത്തൻവാദികളാണ് വ്യാജ തരീഖത്തുകാര്. അവരെ കാണാൻ വലിയൊരു പുത്തൻവാദി വേറില്ല, അധികവും അത് കുഫറാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാദങ്ങൾ, ഔലിയാക്കൾക്ക് നിസ്കരിക്കണമെന്നില്ല, നോമ്പെടുക്കണമെന്നില്ല, ഔലിയാക്കളെ ശരീഅത്ത് വേറൊന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹിന്റെ ദീന് നശിപ്പിക്കുന്ന ഇസ്ലാമിന്റെ കഠിന വിരോധികൾ. അങ്ങനെയുള്ള എല്ലാ കക്ഷികളെയും സ്വഭാവമാണ് കളവ് പ്രചരിപ്പിക്കുക എന്നത്. അതിന്റെ ഒരു സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഇന്ന് എന്നോട് ഒരു മുജാഹിദ് മൗലവി നിങ്ങളെ പറ്റി ഇങ്ങനെ ഒരു, എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു, ആളുകൾ കേട്ടും കൂടി നോക്കൂല, ഹെഡിങ്ങേ നോക്കുള്ളൂ, അങ്ങനെയാ മനുഷ്യന്മാരെ ഹാലി. ഓ സഹോദരന്മാരെ, ഞാൻ പറയട്ടെ, ഒരു മുസ്ലിമും ഹബീബ് നബി തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നതിന് സംസാരിക്കൂല. അത് നബി തങ്ങൾ ജനിച്ചപ്പോൾ തന്നെ കരഞ്ഞ ഇബ്ലീസിന്റെ അനുയായികളുടെ സ്വഭാവമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള കുപ്രചരണങ്ങളിലൊന്നും നമ്മൾ പെട്ടുപോകാൻ പാടില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, പണ്ഡിതന്മാർക്ക് അമാനത്തുണ്ട്. അതേ, ലാ തഖൂനു അമാനാതികും വ അൻതും തഅലമൂൻ. നിങ്ങൾ പണ്ഡിതന്മാരായിരിക്കെ, നിങ്ങൾ വിവരമുള്ളവരായിരിക്കെ നിങ്ങളെ ഉത്തരവാദിത്വം നിർവഹിക്കണം, അമാനത്ത് വീട്ടണം. അത് ഖുർആൻ പഠിപ്പിച്ച ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നബിദിനത്തിന്റെ പേരിൽ ആണും പെണ്ണും വിടകലർന്ന് റാലി നടത്തിയാൽ, അതുപോലെ മറ്റുള്ളവരെ ശല്യം ചെയ്താൽ, അതുപോലെ പാടില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ അതിനെതിരെ പണ്ഡിതന്മാര് സംസാരിക്കണം. എന്നിട്ട് ജനങ്ങളെ കൃത്യമായ വഴിയിലൂടെ നടത്തണം. ഇതുപോലെ ഏത് വിഷയത്തിലും അബദ്ധങ്ങൾ വരുമ്പോ ആ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത പണ്ഡിതന്മാർക്കുണ്ട്. അതല്ലേ ഇമാം ഇബ്നുൽ ഹാജ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ കിതാബുൽ മദ്ഖലിൽ അത് വിശദമായി പറഞ്ഞു. അതേ, ഈജിപ്ത് പോലുള്ള ചില സ്ഥലങ്ങളിൽ നബിദിനത്തിന്റെ പേരിൽ ചില കൂത്താട്ടങ്ങൾ നടന്നപ്പോ, അതേ ഈജിപ്ത് പോലുള്ള ചില പ്രദേശങ്ങളിൽ അതാ നബിദിനത്തിന്റെ പേരിൽ ആണും പെണ്ണും ഇടകലരുകയും അതുപോലെ പാടില്ലാത്ത ചില പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തപ്പോ അതിനെതിരെ ശക്തമായി ആഞ്ഞടിച്ചു ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു മദ്ഖലിൽ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇത് റബീഉൽ അവ്വൽ നബിതങ്ങൾ ജനിച്ച മാസം, വലിയ പുണ്യമുള്ള മാസം. ഈ പുണ്യമാസത്തിൽ നിങ്ങൾ തെറ്റ് ചെയ്താൽ അത് വളരെ അപകടമല്ല. ഇമാമിങ്ങൾ അവരെ കിതാബിൽ പറഞ്ഞത് എടുത്തുദ്ധരിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നത്
പറയുന്നതാണ്. പണ്ഡിതന്മാരെ ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോ ആ മുസ്ലിയാർ നബിദിനത്തിനെതിരാണെന്ന് പച്ചക്കള്ളം പറയുന്ന ബിദ്അത്തുകാർ, അതുപോലെ വ്യാജ തരീഖത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ ഇസ്ലാമിക ശരീഅത്തിൽ നിന്ന് അതാ കടുത്ത വലാലത്തിലേക്ക് കൊണ്ടുപോകുമ്പോ അത് ശരിയല്ലെന്ന് പറയുന്ന പണ്ഡിതന്മാർ ഔലിയാക്കളെ വിരോധികളാണ്, തരീഖത്തിന്റെ വിരോധികളാണ് എന്ന് പറഞ്ഞ് പച്ചക്കള്ളം പറയുന്ന വ്യാജ തരീഖത്തുകാർ അവർ ഇസ്ലാമിന്റെ കഠിന വിരോധികളാണ്. അതിലൊന്നും ആരും അവരുടെ ശുദ്ധമായ കളവുകളിൽ പെട്ടുപോകരുതെന്ന് ഈ സമയത്ത് ഉണർത്തുന്നു.